ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ അദ്ദറസു റാബിഉ വശ്റൂൻ 24ാമത്തെ പാഠം അഷ്റഖൽ ബദർ. ഞങ്ങളിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിൽ നിന്നുള്ള മദീനയിലേക്കുള്ള ഹിജ്റ യാത്രയും മദീനയിലെത്തിയപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചതൊക്കെയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ മനസ്സിലാക്കാനുള്ളത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് നമുക്ക് ഈ ഭാഗം ഒന്ന് വായിക്കാം. മദീനക്കാർ വലിയ ആവേശത്തിലാണ്. അവർ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കുകയാണ്. സൂര്യൻ ഉദിച്ചുയർന്നു. അവർ സനിയത്തുൽ വദായിലെ കുന്നിന് മുകളിൽ കയറി ദൂരത്തേക്ക് നോക്കി. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നുണ്ടോ? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ അവർ കാത്തിരിക്കുകയാണ്. റബീഉൽ അവൽ 1 മക്കയിൽ നിന്ന് പുറപ്പെട്ടതാണ്. കുന്നിന് മുകളിലും ഈത്തപ്പനകളിലും കയറി നോക്കും. ഉച്ച കഴിഞ്ഞ് നിരാശരായി മടങ്ങും. അവരുടെ ആവേശത്തെ അത് തളർത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവൽ 1 മക്കയിൽ നിന്ന് പുറപ്പെട്ടതാണ്. മദീനക്കാർ അവരെയും കാത്ത് സനിയത്തുൽ വദായിലെ കുന്നിന് മുകളിൽ കയറി നോക്കുകയാണ്. അവര് കുന്നിന് മുകളിലും ഈത്തപ്പനകളിലൊക്കെ കയറിയിട്ടാണ് അവര് നോക്കുന്നത്. അതാ അങ്ങോട്ട് നോക്കൂ, ഒരു ജൂതനാണ് ആ കാഴ്ച കണ്ടത്. തൂവെള്ള വസ്ത്രധാരികളായ ഒരു സംഘം കടന്നു വരുന്നു. അയാൾ വിളിച്ചു പറഞ്ഞു, അറബികളെ, നിങ്ങളുടെ സൗഭാഗ്യം അതാ വരുന്നു. വിളിയാളം കേട്ട കുട്ടികളും പുരുഷന്മാരും സ്ത്രീകളും അവിടെ എത്തി. 500-ലധികം ആളുകൾ. അങ്ങനെ ഒരു ജൂതന് ആ കാഴ്ച കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും വരുന്ന കാഴ്ച കണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അറബികളെ, നിങ്ങളുടെ സൗഭാഗ്യം അതാ വരുന്നു എന്ന്. അങ്ങനെ ആ വിളിച്ചു പറഞ്ഞ സ്ഥലത്തേക്ക് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളടക്കം 500-ലധികം ആളുകളെ എത്തി. അന്ന് തിങ്കളാഴ്ചയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ദിവസം എന്ന് ചോദ്യം വരാറുണ്ട്. അന്ന് തിങ്കളാഴ്ചയായിരുന്നു. മദീനക്കാർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂട്ടുകാരും ഖുബായിലെത്തി. മദീനയിലെ ഖുബാ എന്ന സ്ഥലത്താണ് അവർ അന്ന് തിങ്കളാഴ്ച എത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കൂട്ടുകാരും ഖുബാ എന്ന സ്ഥലത്താണ്. 4 ദിവസം അവിടെ താമസിച്ചു. ഖുബായിലെത്തി 4 ദിവസം അവിടെ താമസിച്ചു. മസ്ജിദു ഖുബാ നിർമ്മിച്ചു. അവിടെ മസ്ജിദ് ഖുബാ നിർമ്മിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി ആദ്യം നിർമ്മിച്ച മസ്ജിദ് ഏത്? ചോദ്യം വരാറുണ്ട്. മസ്ജിദു ഖുബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിച്ച ആദ്യത്തെ മസ്ജിദാണിത്. വെള്ളിയാഴ്ച രാവിലെ മദീനയിലേക്ക് തിരിച്ചു. ഖുബായിൽ നിന്ന് മദീനയിലേക്ക് വെള്ളിയാഴ്ച രാവിലെ തിരിച്ചു. വഴിയിൽ ബനു സാലിം ഇബ്നു ഔഫിൻ്റെ സ്ഥലത്ത്, ബനു സാലിം ഇബ്നു ഔഫ് അടയാളപ്പെടുത്തി വെക്കുക, ആ സ്ഥലത്ത് വെച്ച് ജുമുഅ നിർവഹിച്ചു. 100 പേരാണ് ജുമുഅയിൽ പങ്കെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ജുമുഅയായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ജുമുഅ എവിടെയാണ്? ബനു സാലിം ഇബ്നു ഔഫിൻ്റെ സ്ഥലത്ത് വെച്ചിട്ട് 100 പേരാണ് ആ ജുമുഅയിൽ പങ്കെടുത്തത്. ജുമുഅക്ക് ശേഷം അവർ സംഘമായി മദീനയിലേക്ക് പുറപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരവേൽക്കാൻ മദീനക്കാർ കാത്തിരുന്നു. അവർ ദഫ് മുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. അവർ ദഫ് മുട്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചത്. അപ്പോൾ അവർ എന്താ പാടിയത്? തല അൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈന മാദഅ ലില്ലാഹി ദാഇൻ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിഅത ബിൽ അംരിൽ മുതാഇ ജിഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇൻ. അപ്പോൾ അത് പഠിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരലുണ്ട് എക്സാമിന്. മനസ്സിലായില്ലേ? ഈ എക്സാമിന് വന്നിട്ടുണ്ട്. ജിഅത ഡാഷ് മദീന ഷറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇൻ. അപ്പോൾ അത്
ബൈത്ത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഏതാ വരി വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിൽ താമസിപ്പിക്കാൻ മത്സരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ മദീന നിവാസികൾ ഓരോരുത്തരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കാൻ മത്സരിച്ചു. ചിലർ കടിഞ്ഞാൻ പിടിച്ച് ഒട്ടകത്തെ നിർത്താൻ ശ്രമിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതിനെ വിട്ടേക്കൂ, എവിടെ മുട്ടുകുത്തണമെന്ന് അതിന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അബുൽ അയ്യൂബി അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിന് മുന്നിൽ ഒട്ടകം മുട്ടുകുത്തി. അന്ന് റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ 12 അബുൽ അയ്യൂബി അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിന് മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന ഒട്ടകം മുട്ടുകുത്തി. അത് റബീഉൽ അവ്വൽ 12 ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്താണ് മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നത്. കുബായിൽ മദീനയിലേക്കുള്ള യാത്രയിൽ കുബായിലെത്തിയപ്പോൾ മസ്ജിദുൽ കുബാ നിർമ്മിച്ചു. മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദാണ് മസ്ജിദുൻ നബവി. മനസ്സിലാക്കുക, മാറിപ്പോകരുത്. മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നിർമ്മിച്ചത് മസ്ജിദുൽ കുബാ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ്, ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിച്ച മസ്ജിദ് ഏതെന്ന് വെച്ചാൽ മസ്ജിദുൻ നബവിയാണ്. അബുൽ അയ്യൂബി അൻസാരിയുടെ വീടിന് മുമ്പിൽ ആണ് മസ്ജിദുൻ നബവി. പള്ളി ഉണ്ടാക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബുൽ അയ്യൂബി അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കരിക്കാൻ പല വിഭവങ്ങൾ ഉണ്ടാക്കി മദീന നിവാസികൾ മത്സരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാനും ഭക്ഷണം നൽകാനും അവർ മുന്നോട്ട് വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വന്ന മുഹാജിറുകളെയും അവർ ഏറ്റെടുത്തു. ഞാൻ സംരക്ഷിക്കാം, ഞാൻ ഏറ്റെടുക്കാം. മുഹാജിറുകളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ അൻസ്വാറുകൾ തർക്കിച്ചു. അനന്തരം നറുക്കിടാൻ തീരുമാനിച്ചു. ഓരോ മുഹാജിറിനെയും ഓരോ അൻസാരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കൂടെ വന്ന സഹാബികളെയാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വന്ന മുഹാജിറുകളെ സ്വീകരിച്ച മദീന നിവാസികളാണ് അൻസാറുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാം. നമുക്ക് ഇതിൻ്റെ തദ്രിബാത്ത് ചോദ്യം വരും, അപ്പോൾ വ്യക്തമായിട്ട് പറയാം. മർഹബയ ഹൈറദാഇൻ, പ്രബോധകരിൽ ഉത്തമനായ പ്രവാചകരെ അങ്ങേക്ക് സ്വാഗതം. നഖ്റഉ നഫമു വായിച്ച് മനസ്സിലാക്കുക. ബദർ പൂർണ്ണചന്ദ്രൻ, യഹൂദി ജൂതൻ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. സനിയത്തുൽ വദാ എന്ന് പറഞ്ഞാൽ മദീനയിലേക്കുള്ള പ്രവേശന കവാടാണ്. സനിയത്തുൽ വദാ എന്ന് പറഞ്ഞാൽ കുബാ, മസ്ജിദുൽ കുബാ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കുബാ. മനു സാലിം ഇബ്നു ഔഫ് ഒരു ഗോത്രാണ്. മനു സാലിം ഇബ്നു ഔഫിൻ്റെ സ്ഥലത്ത് വെച്ച് ആദ്യ ജുമാ നിർവഹിച്ചു എന്ന് പറയില്ല, അതൊരു ഗോത്രാണ്, ഗോത്രക്കാരുടെ സ്ഥലമാണ്. മനസ്സിലാക്കുക. മുഹാജിർ, ഹിജ്റ ചെയ്ത് എത്തിയവർ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലെത്തിയവരെ ഹിജ്റ ചെയ്ത ആളെയാണ് മുഹാജിറുകൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വന്നവരെയാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത്. ഷറഫ, ശ്രേഷ്ഠമാക്കി. അൻസാരിയുൻ, മുഹാജിറുകളെ സഹായിച്ച മദീനയിലെ സത്യവിശ്വാസികൾ. അൻസാരിയുൻ അതായത് മദീനയിലെ സത്യവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും സ്വീകരിച്ച് അവരെയാണ് അൻസാരി. അപ്പോൾ ഇത് രണ്ടും മുഹാജിറും അൻസാരിയും നന്നായി മനസ്സിലാക്കി വെക്കുക. നമുക്ക് തദ്രിബാത്ത് നോക്കാം. ഇതിൽ നൊയ്ദ് ഹംസ അസ്ഇലത്ത് മാ അജ്വിബത്തിഹ എന്താണ്? ആ പാഠത്ത് നിന്ന് 5 ചോദ്യങ്ങൾ കണ്ടെത്തി ഉത്തരങ്ങൾ എഴുതാനാണ്. അപ്പോൾ നമുക്ക് പാഠത്തിൽ നിന്ന് അടയാളപ്പെടുത്തി 5 ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലാക്കാം. ഒന്നാമത്തെ ചോദ്യമായിട്ട് എഴുതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മദീനയിലെത്തിയത് എന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം. തിങ്കളാഴ്ചയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ തിങ്കളാഴ്ചയാണ് അവർ മദീനയിലെത്തിയത്. രണ്ടാമത്തെ ചോദ്യമാക്കിയിട്ട് എഴുതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുബായിൽ 4 ദിവസം താമസിച്ച് അവിടെ നിർമ്മിച്ച മസ്ജിദ് ഏത്? മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 ദിവസം കുബായിൽ താമസിച്ച് അവിടെ നിർമ്മിച്ച മസ്ജിദ് ഏത്? മസ്ജിദുൽ കുബാ. മസ്ജിദുൽ കുബാ മനസ്സിലാക്കി എഴുതുക. രണ്ടാമത്തെ ചോദ്യവും ആൻസറും. അടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ജുമാ എവിടെ വെച്ചായിരുന്നു?
ബനു സാലിം ഇബ്നു ഔഫിൻ്റെ സ്ഥലത്ത് വെച്ചാണ്. ബനു സാലിം ഇബ്നു ഔഫിൻ്റെ സ്ഥലത്ത് വെച്ചായിരുന്നു ആദ്യത്തെ ജുമുഅ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യവും ആൻസറും മനസ്സിലാക്കാം. നാലാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ജുമുഅയിൽ എത്ര പേരാണ് പങ്കെടുത്തത്? എത്ര പേരാണ് പങ്കെടുത്തത്? 100 പേരാണ് പങ്കെടുത്തത്. നാലാമത്തെ ചോദ്യവും ആൻസറും എഴുതുക, മനസ്സിലാക്കുക. അഞ്ചാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തി എവിടെ, എന്ന്? എന്താണ്? റബീഉൽ അവ്വൽ 12-ന് അബുൽ അയ്യൂബി അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിന് മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തി. മനസ്സിലാക്കി എഴുതുക. അഞ്ചാമത്തെ ചോദ്യവും ആൻസറും മനസ്സിലാക്കുക. അബുൽ അയ്യൂബി അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിന് മുന്നിൽ റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തി. മനസ്സിലാക്കുക. അഞ്ചാമത്തെ ചോദ്യമൊക്കെ എഴുതാം. നമുക്ക് 5 പറഞ്ഞത്. പിന്നെ ഇവിടെ എന്താണ് മനസ്സിലാക്കാനുള്ള ഒരു ചോദ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നിർമ്മിച്ച മസ്ജിദാണ് മസ്ജിദുൻ നബവി. മസ്ജിദുൻ നബവി, ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നിർമ്മിച്ച മസ്ജിദാണ് മസ്ജിദുൻ നബവി. മനസ്സിലാക്കുക. അടുത്ത വന്നത് നമ്മൾ പാടിയ ബൈത്ത് ഉണ്ട് പാഠത്തിലുള്ള തൊലാവുൽ ബദ്റു അലൈന. അത് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് ഇവിടെ ആ 4 ലൈനും ഇവിടേക്ക് എഴുതി പൂർത്തിയാക്കുക. അതാണ് ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നത്, മനസ്സിലാക്കുക. അടുത്തത് നക്തുബുൽ ഫിക്ര, ഗണ്ണിക എഴുതാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച സ്വീകരണത്തെ കുറിച്ചിട്ട് എഴുതണം. എന്തൊക്കെ എഴുതി കൊടുക്കാം നമുക്ക്? മദീനക്കാർ അവരെ ദഫ് മുട്ടി സ്വീകരിച്ചു. മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓരോരുത്തരും വീട്ടിൽ താമസിപ്പിക്കാൻ മത്സരിച്ചു. ചിലർ കടിഞ്ഞാൻ പിടിച്ചൊട്ടകത്തെ നിർത്താൻ ശ്രമിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതിനെ വിട്ടേക്കോ, എവിടെ മുട്ടുകുത്തണമെന്ന് അതിന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. റബീഉൽ അവ്വൽ 12-ന് അബുൽ അയ്യൂബി അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിന് മുന്നിൽ ഒട്ടകം മുട്ടുകുത്തി. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മസ്ജിദ് നിർമ്മിച്ചു, മസ്ജിദുൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബുൽ അയ്യൂബി അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി സൽക്കരിക്കാൻ പല വിഭവങ്ങളും ഉണ്ടാക്കി മദീന നിവാസികൾ മത്സരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാനും ഭക്ഷണം നൽകാനും അവർ മുന്നോട്ട് വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വന്ന മുഹാജിറുകളെയും അവർ ഏറ്റെടുത്തു. ഈ പാരഗ്രാഫ് മുഴുവനും മനസ്സിലാക്കിയിട്ട് അവിടേക്ക് ഗണ്ണികയാക്കിയിട്ട് എഴുതി പഠിക്കുക. അടുത്തത് എന്താണ്? തഹസീസാണ്. തൊലഅൽ ബദ്റു എന്ന കവിതയുടെ ഈണത്തിൽ മറ്റൊരു കവിത ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. അപ്പോൾ അത് ക്ലാസ്സിൽ എല്ലാവർക്കും കൂടിയുള്ള ഒരു വർക്കാണ്. അപ്പോൾ അത് അഷ്റഖൽ ബദ്റു അലൈന. അപ്പോൾ അത് അഷ്റഖൽ ബദ്റു അലൈന എന്ന ലൈന് അടിച്ചാൽ നമുക്ക് യൂട്യൂബുകളിലൊക്കെ അത് ഈണത്തിലുള്ള മറ്റൊരു കവിത കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എല്ലാവരും ശേഖരിച്ച് എഴുതി പഠിക്കുക. അപ്പോൾ എത്രയാണ് 24-ാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്? എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.